examiner family. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ദാ നമ്മളുടെ ഫൈനൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് അല്ലേ നല്ലപോലെ ഇപ്പോൾ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത മക്കളുണ്ടാവും. ആൻഡ് പ്രോപ്പറായിട്ട് ഫസ്റ്റ് മുതലേ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ലൈവുകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അപ്പോൾ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ വളരെ കുറച്ച് പേരെങ്കിലും അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച മക്കളുണ്ടാവും. അവരിപ്പോൾ റിവിഷൻസ് ചെയ്യുകയാണെന്ന് മിസ്സിനറിയാം. പക്ഷേ ഭൂരിഭാഗം പേരും എന്താണ്, കുറച്ചൊക്കെ ഉഴപ്പി ഫൈനൽ എക്സാം ഒക്കെ ആവട്ടെ ആ സമയത്തേക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് അയ്യോ മിസ്സേ എനിക്കൊന്നും അറിയില്ലല്ലോ, എനിക്ക് കുറേ ചാപ്റ്റർ പഠിക്കാറുണ്ടല്ലോ, ഈ ചാപ്റ്ററൊക്കെ ഞാൻ എപ്പോഴാണ് പഠിച്ചു തീർക്കുക അല്ലേ, എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ഫൈനൽ എക്സാം അല്ലെ മാർച്ചിലുള്ള എക്സാം പോയി എന്നാണ് തോന്നുന്നത് എന്ന് വിചാരിക്കുന്നവർ പല ആൾക്കാരും, അതായിരിക്കും കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാവാന്ന് മിസ്സിനറിയാം. അപ്പം ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇത്രയും കാലം പഠിച്ചില്ല അല്ലെങ്കിൽ പഠിച്ചു എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഫൈനൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. അതന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ദിവസം പഠിച്ചില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള അവസരം ഇനിയുമുണ്ട്. പക്ഷേ ഇനി ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നിങ്ങൾ കളിക്കുകയാണ് അല്ലെങ്കിൽ ഉഴപ്പാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തോന്നാണ് ഇത്രയും കാലം ഞാൻ ഉഴപ്പിയത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇനി തൊട്ട് ഞാൻ പഠിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എൻ്റെ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ഈ മാർച്ചിലെ എക്സാമിൽ അല്ലെങ്കിൽ ഈ ഒരു മാർച്ചിൽ വരുന്ന നിങ്ങൾക്ക് എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, കാരണം കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, ഫുള്ളായിട്ട് പഠിക്കാനുള്ള ഒരു നേരമുണ്ടോ, അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ടാണോ പഠിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും? അപ്പോൾ നിങ്ങൾ അതിന് തല പുകയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫൈനൽ ബോർഡ് എക്സാംസിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് മക്കളെ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ്. ഇനി നമുക്കൊരു അവസരമില്ല. സോ ആ ഒരു ലാസ്റ്റ് ചാൻസ് ആൻഡ് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, കാരണം ഇനി നമുക്ക് എക്സാമിന് നിങ്ങൾ ആലോചിക്കുക ഫെബ്രുവരി ആയി അല്ലെ, ഫെബ്രുവരി പകുതി ആവാനായി, ഫെബ്രുവരിന് വേഗം തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ചിൽ നമ്മുടെ എക്സാം ആണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ എപ്പോഴും എക്സാമിനർ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യവും എന്നും എക്സാമിനർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് നമ്മളുടെ ബോർഡ് എക്സാംസിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ഒരു അടിപൊളി ആൻഡ് ലാസ്റ്റ് ചാൻസ് ഓഫ് എങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്തുക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി ഈ സൺഡേ കൃത്യം മക്കളെ ഈ താഴെ കാണുന്ന സമയത്ത് നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ ഒരു ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയണം ആ ലൈവ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചേഞ്ച് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്താൽ കിട്ടിയിരിക്കും. ആൻഡ് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള പ്ലാനും നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റിവീലാണ് ഈ സൺഡേ താഴെ കാണുന്ന സമയത്ത് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ഈ ഒരു സമയം നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കൃത്യം നമ്മുടെ സമയം ആ ഒരു കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് വരാം. ബാക്കിയുള്ള കാര്യം എല്ലാം നമ്മുടെ എക്സാമിനർ ഏറ്റു. അപ്പം ഈ വർഷവും നമ്മൾ ഒരുമിച്ച് പരിശ്രമിച്ച് ഏറ്റവും നല്ല റിസൾട്ടോടുകൂടെ ഫുൾ ഓൺ കോൺഫിഡൻസോടുകൂടെ നമ്മുടെ ബോർഡ് എക്സാംസ് എഴുതും. ആൻഡ് നിങ്ങൾ എക്സാം ഹാളിൽ നിന്നും വരുമ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലോട് കൂടെ തന്നെയായിരിക്കും ഇറങ്ങി വരിക. അപ്പം നിങ്ങൾക്കറിയാം ക്രിസ്മസ് എക്സാമിനും എല്ലാ എക്സാംസിനും എക്സാമിനർ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ആ ഹിസ്റ്ററി ഈ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ മാക്സിമം
എക്സാമിനറിൽ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് സൺഡേ ഈ സമയത്ത് നമ്മുടെ ചാനലിലേക്ക് വരാം.